ഓം നമോ നാരായണായ. ശ്രീരാമൻ സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി ശരഭംഗ മന്ദിരത്തിലേക്കു പോകുന്നു. ശരഭംഗൻ എന്ന മഹർഷിയുടെ മന്ദിരമാണത്. അകക്കണ്ണുകൾ കൊണ്ടറിഞ്ഞിരുന്ന ഈശ്വരനെ നേരിൽ കാണാനാവുക എന്ന ഭാഗ്യം സിദ്ധിച്ചപ്പോൾ മഹർഷിയുടെ ഭക്തി പാരമ്യത്തിലെത്തി. ചിരകാല തപസ്സിലൂടെ താൻ നേടിയ പുണ്യം ശ്രീരാമനായി സമർപ്പിക്കുന്നതോടെ ശരഭംഗ മഹർഷിക്ക് മോക്ഷകവാടം തുറന്നു കിട്ടുന്നു. കൈവല്യം പ്രാപിക്കുന്നതിനു മുമ്പ് ശരഭംഗൻ ശ്രീരാമനെ വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സർവചരാചരങ്ങളുടെയും അന്തർഭാഗത്ത് വസിക്കുന്ന ജഗദീശ്വരനായ ശ്രീരാമനെ താൻ എപ്പോഴും ചിന്തയിലുറപ്പിക്കുന്നു എന്നാണ് മഹർഷി പറയുന്നത്. ശ്രീരാമനെ വർണ്ണിക്കുന്നു. സീതാദേവിയും ശ്രീരാമനും ലക്ഷ്മണനും നോക്കിയിരിക്കെ തന്നെ ശരഭംഗ മഹർഷി സ്വയം ദേഹം ദഹിപ്പിച്ച് ലോകേശപാദം പ്രാപിച്ചു. മഹർഷിയുടെ സ്വർഗാരോഹണം എല്ലാവർക്കും ആനന്ദമരുളി. ശരഭംഗ മന്ദിര പ്രവേശം. രാമലക്ഷ്മണന്മാരും ജാനകി താനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം പുക്കാർ. സാക്ഷാലീശ്വരന് മാംസക്ഷണങ്ങളെ കൊണ്ടു വിദ്യതാപസാവരൻ പൂജിച്ചു ഭക്തിയോടെ കന്ദപക്വാദികളാൽ ആദിത്യം ചെയ്തു ചിത്താനന്ദമുൾ കൊണ്ടു ശരഭംഗനും അരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നീതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവ ബുദ്ധ്യചിരം താപസ ബഹുതരം ആർജിച്ചേനല്ലോ പുണ്യം ഇന്നു ഞാൻ അവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേൻ അദ്യ ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കി എന്നീയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നീതു. ബന്ധവും അറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്ന യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പാദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്ദ സന്തതം ചരാചര ജന്തുക്കളന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദള ശ്യാമളം അംബോജാക്ഷം ചിരവാസസം ജടാമകുടം ധനുർധരം. സൗമിത്രീ സേവ്യം ജനകാത്മജ
സമന്വിതം സൗമുഖ്യ മനോഹരം കരുണാരത്നാകരം കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശ പാദം പ്രഭിച്ചിടിനാൻ താപോധനൻ ആകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞുതേ നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ പാകശാസനൻ പാദാംബോജവും വണങ്ങിനാൻ മൈഥില്യ സൗമിത്രിണ താപസ ഗതി കണ്ടു കൗസല്യ തനയനും കൗതുകമുണ്ടായി വന്നു തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരി മുഖ്യന്മാരും ഒക്കെ പോയി സ്വർഗം പുക്കാർ